ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. പോർട്ട് ഓഫ് സ്പെയിനിൽ തകർത്തടിച്ച് വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും. ഒടുവിൽ വിജയം വെസ്റ്റ് ഇൻഡീസിനായിരുന്നു. 35 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചത്. ആവേശകരമായ ഒരു വാമപ്പ് മത്സരമായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ കണ്ടത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നിക്കോളാസ് പൂറനും അവരുടെ ക്യാപ്റ്റനായ റോമൻ പവലും 2 മിന്നുന്ന അർദ്ധ സെഞ്ചുറികളാണ് നേടിയത്. നിക്കോളാസ് പൂറൻ വെറും 15 ബോളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് സ്കോർ കാർഡിലേക്ക് കിടക്കാം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഷായ് ഹോപ്പും ജോൺ ചാൾസും നൽകിയ ഉജ്ജ്വല തുടക്കത്തിൻ്റെ ഇതിലാണ് തുടങ്ങിയത്. ഷായ് ഹോപ്പ് 14 ജോൺ ചാൾസ് 40 റണ്ണുമാണ് എടുത്തത്. അതിനുശേഷം 1 ഡൗണായി വന്ന നിക്കോളാസ് പൂറൻ വെറും 25 ബോളിൽ നിന്ന് 75 റണ്ണാണ് എടുത്തിരുന്നത്. 25 പന്തുകളിൽ നിന്ന് 75 റൺ. അദ്ദേഹം 5 ഫോറുകളും 8 സിക്സറുകളുമാണ് നേടിയത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 300+ ആണ്. അടുത്തതായി റോമൻ പവൽ അവരുടെ ക്യാപ്റ്റൻ റോമൻ പവൽ 25 പന്തുകളിൽ നിന്ന് 52 റണ്ണാണ് എടുത്തിരുന്നത്. 4 സിക്സറും 4 ഫോറുകളും അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. അത് കഴിഞ്ഞ് വന്ന ഹെറ്റ്മയർക്ക് അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നാലും 13 പന്തുകളിൽ നിന്ന് 18 റണ്ണ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 1 സിക്സറും 1 ബൗണ്ടറിയുമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. അത് കഴിഞ്ഞ് വന്ന റൂത്തർഫോർഡ് അദ്ദേഹം 18 ബോളിൽ നിന്ന് 47 റൺ എടുത്തു. 4 സിക്സറും 4 ഫോറുകളും അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. 261 ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. നമുക്ക് ഓസ്ട്രേലിയയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ടിം ഡേവിഡ് 4 ഓവറാണ് ബോൾ ചെയ്തത്. 40 റണ്ണ് വഴങ്ങിയിട്ടുണ്ട്. 1 വിക്കറ്റാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത്. എനിക്കൊന്ന് അദ്ദേഹത്തിനാണ് ഏറ്റവും കുറവ് എക്കോണമി. ബാക്കി എല്ലാവർക്കും അടി കിട്ടി. അടുത്തായി ഹേസിൽവുഡ് 4 ഓവറിൽ 55 റണ്ണാണ് വഴങ്ങിയത്. 13.8 ആണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. അടുത്തായത് അഗർ 4 ഓവറിൽ 58 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറഞ്ഞത് 14.5 ആണ്. അടുത്തായി നെതൻ എലിസ് 4 ഓവറാണ് അദ്ദേഹം വരുന്നത്. 42 ആണ് അദ്ദേഹം വഴങ്ങിയ റൺസ്. അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 10.5 ആണ്. എഡൻ സാമ്പയാണ് നെക്സ്റ്റ് സ്പിന്നർ. 4 ഓവർ 62 റണ്ണാണ് എഡൻ സാമ വഴങ്ങിയത്. 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ബട്ട് 15.5 15.5 ആണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. നമുക്ക് ഇനി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണർ 15 റണ്ണാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. അഗർ 28 റണ്ണാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ മാഷ് വെറും 4 റണ്ണാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. 4 ബോളിൽ നിന്ന് 4 റണ്ണാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വന്ന ജോസ് ഇംഗ്ലീഷ് അദ്ദേഹത്തിനാണ് കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. 55 റണ്ണാണ് അദ്ദേഹം നേടിയത് വെറും 30 ബോളിൽ നിന്ന്. 5 ഫോറും 4 സിക്സറും അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. അത് കഴിഞ്ഞ് വന്ന ടിം ഡേവിഡ് 25 റണ്ണ് 12 ബോളിൽ നിന്ന് 25 റണ്ണാണ് അദ്ദേഹം നേടിയത്. അവരുടെ വിക്കറ്റ് കീപ്പറായ മാത്യു വെയ്ഡ് 14 ബോളിൽ നിന്ന് 25 റണ്ണാണ് നേടിയത്. അത് കഴിഞ്ഞ് വന്ന നേത്തൻ എലിസ് 22 ബോളിൽ നിന്ന് 39 റണ്ണാണ് നേടിയത്. അവസാനം ഇറങ്ങിയ ഏഡൻ സാമ്പ 16 ബോളിൽ നിന്ന് 21 റണ്ണാണ് നേടിയത്. അങ്ങനെ മിഡിൽ ഓർഡറിന് കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിച്ചാണ് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ്. അവരുടെ ടോപ്പ് ഓർഡർ ഫെയിൽ ആയെങ്കിലും മിഡിൽ ഓർഡറിന് കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെയെങ്കിലും അവർ ഇത്രയും സ്കോറിലെത്തി. അതായത് 222 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ 20 ഓവർ കഴിയുമ്പോൾ ഉള്ളത്. നമുക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളിംഗ് പരിശോധിക്കണമെങ്കിൽ അക്കിയൽ ഹുസൈൻ 4 ഓവറിൽ 45 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. ഷമാർ ജോസഫ് 2 ഓവറിൽ 31 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അൽസാരി ജോസഫ് നമുക്കെല്ലാവർക്കും അറിയാം. 4 ഓവറിൽ 42 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ഓബേഡ് മെക്കോയ് 4 ഓവറിൽ 50 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. 1 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്.
ഗുഡാകേഷ് മോട്ടെ 4 ഓവറിൽ 31 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. അദ്ദേഹം 2 വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. റൊമാരിയോ ഷെപ്പേർഡ് 2 ഓവറിൽ 19 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. അവസാനം വിജയം വെസ്റ്റ് ഇൻഡീസിനായിരുന്നു. 35 റൺസിനാണ് അവർ വിജയിച്ചത്. വലിയ മാർജിനുള്ള വിജയം അല്ലെങ്കിൽ വലിയ സ്കോറാണ്, ബട്ട് വലിയ മാർജിനിലെ വിജയം അല്ലെങ്കിലും ഒരു നല്ലൊരു തുടക്കം ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന് മുന്നോടിയായി നല്ലൊരു തുടക്കം, ഒരു കോൺഫിഡൻസ് അവർക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ക്രിക്കറ്റ്